കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തൊഴിൽപരമായി നേരിട്ട പീഡനത്തെക്കുറിച്ച് 19ലധികം പേജുകളിലായി ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനീഷയുടെ മൊബൈൽ ഫോണിലും കൂടുതൽ തെളിവുകളുണ്ട്. ഫോൺ കുടുംബം പോലീസിന് കൈമാറും. കേസ് നിയമപരമായി നേരിടാൻ അനീഷയുടെ കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം കൊല്ലം ബാർ അസോസിയേഷൻ അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. മിഥുൻ, ഇതുമായി ബന്ധപ്പെട്ട ഫോൺ സന്ദേശങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ കുടുംബം ഇപ്പോൾ പോലീസിന് പരാതി നൽകി വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത്? രാജീവ്, നിലവിൽ അസ്വാഭാവിക മരണത്തിന് പരവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. കൊല്ലം പരവൂർ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ എസ് അനീഷ ഞായറാഴ്ചയാണ് വീട്ടിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അനീഷയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അനീഷയുടെ ഡയറിയിലെ 19ലധികം പേജുകളിലാണ് ആത്മഹത്യക്കുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിൽ മേഖലയിൽ നിന്നും നേരിട്ട പീഡനത്തെക്കുറിച്ച് വിശദമാക്കുന്നതാണ് ഈ ഡയറിയിലെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. 19 പേജുകളിലും ഈ തൊഴിൽ മേഖലയിൽ നിന്നും താൻ കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ നേരിട്ടുവെന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും മാനസിക പീഡനങ്ങൾ നേരിട്ടുവെന്നും വിശദമാക്കുന്ന തരത്തിലുള്ളതാണ് ഈ ആത്മഹത്യാക്കുറിപ്പ്. സമാനമായ രീതിയിൽ അനീഷ മരിക്കുന്നതിന് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് സഹപ്രവർത്തകർക്ക് അയച്ച ഓഡിയോ സന്ദേശവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ ഓഡിയോ സന്ദേശത്തിലും സമാനമായ രീതിയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു, സഹപ്രവർത്തകരിൽ നിന്നും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് തന്റെ കോൺഫിഡൻഷ്യൽ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ മേലുദ്യോഗസ്ഥൻ പരസ്യപ്പെടുത്തി തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. ജോലി ചെയ്യാത്ത സഹപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുകയും തന്നെ അപമാനിക്കുന്ന രീതിയിൽ സ്ഥിരമായി പെരുമാറുകയും ചെയ്യുന്നു. തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിലും അനീഷ സുഹൃത്തുക്കളുമായി പങ്കുവെച്ചത്. ഈ വിവരങ്ങളുള്ള തെളിവുകളുള്ള ഫോണും കുടുംബം പോലീസിന് കൈമാറും. ഇതും സംബന്ധിച്ച് അടിയന്തരമായിട്ട് ഇന്ന് കൊല്ലം ബാർ അസോസിയേഷൻ ഉച്ചയ്ക്ക് 2:30-ക്ക് യോഗം ചേരുന്നുണ്ട്. വനിതാ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കേസ് നിയമപരമായി തന്നെ നേരിടാനാണ് അനീഷയുടെ കുടുംബത്തിന്റെ തീരുമാനം. രാജീവ്.